അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ടാൻജൻസ് ആൻഡ് നോർമൽസിലെ ഒരു അസൈൻമെന്റിന്റെ ആൻസർ ആണ് ഇവിടെ പറയുന്നത്. ചോദ്യം നിങ്ങൾക്ക് കാണാം. ഫോർ ദി കർവ് y = 4x³ - 2x⁵ ഫൈൻഡ് ഓൾ പോയിന്റ്സ് അറ്റ് വിച്ച് ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ. ഓക്കെ, y നമ്മളിവിടെ എഴുതി y = 4x³ - 2x⁵. നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നു. ഡെറിവേറ്റീവ് നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്. 12x² - 10x⁴. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഡെറിവേറ്റീവ് റെപ്രസെന്റ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് നമ്മൾ പഠിച്ചതുകൊണ്ട് ഇതിന് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് കൊടുക്കുന്നു, m. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് തൽക്കാലം m എന്ന് കൊടുക്കണം. ഇനി ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ആണല്ലോ. അപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ y = mx അല്ലേ, y = mx, y = mx എന്ന് എഴുതി. ഇനി ഇവിടെ ഇതാണ് ഇതിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 നിന്ന് നമുക്ക് y എഴുതാം. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. m ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ഓക്കെ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇവിടെ യഥാക്രമം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം, y-യുടെ സ്ഥാനത്തും m-ന്റെ സ്ഥാനത്തും. ഓക്കെ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. y എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇക്വേഷൻ നമ്പർ 1, y' എന്ന് പറഞ്ഞാൽ m ആണല്ലോ. സോ നമ്മൾ രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 4x³ - 2x⁵ m-ന്റെ പൊസിഷനിൽ ബ്ലൂ കളറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലൂ. ഓക്കെ, 12x² - 10x⁴. ജസ്റ്റ് റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 4x³ - 2x⁵ എന്ന് പറഞ്ഞാൽ 12x³ - 10x⁵. ഇത് വൺ സൈഡ് ആക്കി എഴുതുന്നു. ഈ 10നെ ഇങ്ങോട്ട് എടുക്കുന്നു, 2നെ ഈ 4നെ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ 10x⁵ - 8x⁵ 8x³ എന്ന് കിട്ടും. ഈ 12 - 4 എന്ന് പറഞ്ഞാൽ 8 ആണല്ലോ. ഇനി ഇതിന് ഒരിക്കലും നമ്മൾ x³ ക്യാൻസൽ ചെയ്യരുത്, കാരണം 0 ആവാൻ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഒരിക്കലും 0 ക്യാൻസൽ ചെയ്യരുത്. 0 ക്യാൻസലേഷൻ ഇമ്പോസിബിൾ ആണ്, മീനിങ്ലെസ് ആണ്, അതുകൊണ്ട് ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. 8 ക്യാൻ ബി ക്യാൻസൽഡ്. ഓക്കെ, വൺ സൈഡ് ആക്കി എഴുതുന്നു. 8x⁵ - 8x³ 0. വേണമെങ്കിൽ 8 ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ x³ കോമൺ ഫാക്ടർ എടുക്കുന്നു. 8x³. 8x³ x² - 1 = 0. ഓക്കെ, ഇവിടെ ഇത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാൻസ് ഉള്ളത്. 8 ഒരിക്കലും 0 വരില്ല. പിന്നെ x³ 0 വരികയാണെങ്കിൽ x = 0 കിട്ടും. പിന്നെ ഈ ബ്രാക്കറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം x = +or -1 എന്നാണ്. അപ്പം 3 വാല്യൂസ് ആയി. x = 0, x = 1, x = -2. x = 0 ഫ്രം ഹിയർ x³ എന്ന് കിട്ടും. ബ്രാക്കറ്റ് 0 വരുമ്പം x = +or-1 ആയിരിക്കും. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആണ് നമ്മുടെ ഒറിജിനൽ കർവ്. ഓക്കെ, അപ്പം എക്സിന്റെ വാല്യൂ 0, 1, -1 എന്ന യഥാക്രമം ഇക്വേഷൻ നമ്പർ 1 നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് y-യുടെ വാല്യൂ കിട്ടും. നമ്മളോട് പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, പോയിന്റ്സ് അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ x = 0 എന്ന് കൊടുക്കുകയാണ്. ഫ്രം ഇക്വേഷൻ നമ്പർ 1 x = 0 കൊടുത്തു കഴിഞ്ഞാൽ y = 0. ക്ലിയർ ആണല്ലോ. ഇവിടെ x-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ y = 0. ഇനി x = -1, x = 1 കൊടുത്താലോ, ഇവിടെ x-ന് 1 കൊടുത്താൽ 4 - 2 അല്ലേ, 4 - 2 = 2. x-ന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് -4 ആവും, ഇത് +2 ആയിരിക്കും. അപ്പം -4 + 2 = -2. ഇപ്പം 3 പോയിന്റ്സ് കിട്ടി. 0, 0, 1, 2, -1, -2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 0, 0, 1, 2 ആൻഡ് -2. -1, -2. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പാസസ് ത്രൂ ദി ഒറിജിൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചത്. y = mx. y നമുക്കറിയാം, ക്വസ്റ്റ്യനിലുണ്ട്. m മീൻസ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ x³ ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം x = 0 വരുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, താങ്ക് യു.